Hi friends, LINI'S food cornerലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചെയ്യുന്നത്. റവ ഉപ്മ. അത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി വന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ പൊട്ടിയിട്ട് വരും. എല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് കുറച്ച് വേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകും അതുപോലെ തന്നെ ഉഴുന്നും വെളിച്ചെണ്ണയിൽ കിടന്ന് പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്കതിലേക്ക് ഒരു 2 കതിര് വേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടെ നമുക്ക് ഒരു 1/2 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. അത് നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് സവാള ചെറുതാക്കി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്മാവ് നല്ല ടേസ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതിലേക്ക് 1/4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. സവാളയും അതുപോലെ ക്യാരറ്റും പച്ചമുളകൊക്കെ ഒരു ഹാഫ് കുക്കായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2.5 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചെടുക്കാം. ഞാൻ 1.5 കപ്പ് വറുത്ത റവയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് റവയ്ക്ക് ശരിക്കും 3 കപ്പ് വെള്ളം വേണം. പക്ഷേ ഞാൻ 2.5 കപ്പ് എടുക്കാറുള്ളൂ. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ. ഉപ്പ് കുറച്ച് കുറവുണ്ട്. നമുക്ക് ഒരല്പം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നാലും നമുക്കൊരു മിനിറ്റും കൂടി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ഒരുമിച്ച് അങ്ങ് ഇടരുത്. കുറേശ്ശെ ഇടുമ്പോൾ അനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. പതുക്കെ റവ ഇട്ടാൽ മതി. അതനുസരിച്ച് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ റവ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് വേഗം ഇളക്കി എല്ലായിടത്തെയും കട്ട പിടിച്ചൊക്കെ റവ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റവ എല്ലാം ഉടച്ച് കഴിഞ്ഞു. നമ്മളിപ്പോൾ 1.5 കപ്പ് റവയ്ക്ക് 2.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും 3 കപ്പാണ് എടുക്കുന്നത്. പക്ഷേ ഞാൻ 2.5 കപ്പ് ഞാൻ എടുക്കാറുള്ളൂ. കാരണം ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ കട്ടകളൊക്കെ ശരിക്കും അങ്ങ് ഉടച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉപ്മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ പപ്പടം വറുത്തതും പഴമാണ്. വളരെ സ്വാദിഷ്ടമായ രീതിയിലാണ് നമ്മൾ ഉപ്മാവ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. ക്യാരറ്റും അതുപോലെ നമ്മൾ സവാളയൊക്കെ വളരെ അധികം ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കുക. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.